ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഒരു ഗണപതി ക്ഷേത്രം. ദിവസവും 1.5 മണിക്കൂർ മാത്രമേ ഈ അമ്പലം തുറക്കത്തുള്ളൂ. അതായത് വൈകുന്നേരം 6 മണി മുതൽ 7:30 വരെ. ശ്രീലങ്കൻ തമിഴ്സാണ് ഈ ഒരു അമ്പലം നടത്തുന്നത്. പുറത്തുനിന്ന് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾക്കിതൊരു അപ്പാർട്ട്മെൻറ്റ് പോലെ തോന്നിയെങ്കിലും അകത്ത് കയറിയപ്പോൾ ശരിക്കും നാട്ടിലെ ഒരു അമ്പലം പോലെ ആയിരുന്നു. കറക്റ്റ് സമയത്ത് എത്തിയത് കൊണ്ട് പൂജയൊക്കെ തൊഴാനായിട്ട് പറ്റി. അങ്ങനെ പ്രസാദവും വാങ്ങി പായസവും ഒക്കെ വാങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഒരുപാട് നാളത്തേന് ശേഷം നമ്മളിതാ ഒരു അമ്പലത്തിൽ പോയിട്ട് കുറേ നാളായിട്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഇവിടെ ഒരു അമ്പലം ഉണ്ട് എന്നുള്ളത്. ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അവിടെ നിന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ വരാനുള്ളൊരു സമയം കിട്ടിയത്. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. ഇനി അടുത്ത് എങ്ങോട്ടാണ്? ഇനി അടുത്ത് ഞങ്ങൾ പോകുന്നത് ശരവണ ഭവനിലാണ്. അവിടുത്തെ ദോശ കഴിക്കണം. അപ്പോൾ ആകെ ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം ശരവണ ഭവനിൽ പോയിട്ടുള്ളത്. പക്ഷെ അത് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് വേറെ ഒരു ഓപ്ഷനും നോക്കാതെ നമ്മൾ അങ്ങോട്ട് തന്നെ പോവാണ്. ഓക്കെ, ബൈ. ഒരു പ്രഹസനത്തിന് മെനു ഒക്കെ നോക്കിയെങ്കിലും ഞങ്ങൾ മസാല ദോശ തന്നെയായിരുന്നു ഓർഡർ ചെയ്തത്. എന്നിട്ട് അതിൻ്റെ കൂടെ കോളിഫ്ലവറും അതുപോലെ തന്നെ ജ്യൂസും ഒക്കെ വാങ്ങി. എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം കണ്ടത്. വീട്ടിൻ്റെ അടുത്തായിട്ട് കുറേ ചെറിയ ചെറിയ കടകൾ, അതും പലതരം ഫുഡ്സും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട്. അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ആളുകളാണ്. ഇതുപോലെ ഒരു 20 ഷോപ്സ് ഉണ്ട് അവിടെ. അവിടെ മുഴുവനും നമ്മൾ അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും മാത്രമായിരുന്നു കണ്ടിരുന്നത്. അവർ ഡ്രിങ്ക്സും ഫുഡ്സും അതുപോലെ തന്നെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്നത് കണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.